ഗഗനം എന്നാൽ എന്താണ് അർത്ഥം? ആകാശം. നമ്മൾ എന്നും എപ്പോഴും കാണുന്ന ആകാശമൊന്നുമല്ല, മറ്റൊരാകാശം. അത് നമ്മുടെ ഉള്ളിലാണുള്ളത്. അതായത് ഹൃദയാകാശം, ഹൃദയമാകുന്ന ആകാശം. ചിദാകാശം, ചിദംബരം എന്നൊക്കെ പറയാം. അവിടെ ആരാണ് ഇരിക്കേണ്ടത്? സാക്ഷാൽ ജഗദീശ്വരിയായിട്ടുള്ള ലളിതാ പരമേശ്വരി. അപ്പോഴാണ് അമ്മ ഗഗനാന്തസ്ഥ ആകുന്നത്. ലളിതാ സഹസ്രനാമത്തിൽ 855 നാമമന്ത്രമാണ് ഇത്. ഗഗനാന്തസ്ഥ. ഗഗനത്തിൽ അന്തർഗതമായി സ്ഥിതി ചെയ്യുന്നവൾ. അന്തം എന്ന വാക്കിന് അവസാനം എന്ന് അർത്ഥം കൽപ്പിക്കുകയാണെന്നിരിക്കട്ടെ. നാം മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ ആകാശമുണ്ടല്ലോ, അത് അവസാനിച്ചതിന് ശേഷവും സ്ഥിതി ചെയ്യുന്നവൾ എന്ന് അർത്ഥം ലഭിക്കും. അങ്ങനെയെങ്കിൽ പ്രപഞ്ചം അപ്രത്യക്ഷമായതിനു ശേഷവും നിലനിൽക്കുന്നവൾ എന്നാണ് ഗഗനാന്തസ്ഥ എന്ന വാക്കിൻ്റെ അർത്ഥം വരിക. അതുപോലെ ലളിതാ സഹസ്രനാമത്തിലെ ഓരോ നാമങ്ങളും ഒന്നിലധികം, പറഞ്ഞാൽ തീരാത്തത്ര അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന മന്ത്രങ്ങളാണ്. ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന, വെറുതെ ജപിച്ചു പോകുന്ന, എന്നാൽ അതിമഹത്തായ ശക്തികൾ ഉൾക്കൊള്ളുന്ന ഒരു മഹാമന്ത്രമുണ്ട്. അതാണ് ഇന്നത്തെ അധ്യായത്തിൽ. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ ലളിതാംബിക പരമേശ്വരിയുടെ അതിമഹത്തായിട്ടുള്ള 1000 നാമങ്ങളിലൊന്നായി വശിന്യാദി വാഗ്ദേവതകൾ ഗംഭീര എന്ന നാമം 854 മന്ത്രമായിട്ട് ചേർത്തിട്ടുണ്ട്. ആദി പരാശക്തിയുടെ അനേകായിരം അവതാരങ്ങളിൽ സമ്പൂർണ്ണ അവതാരം എന്നുകൂടി വിശേഷണം ഉള്ള ലളിതാംബിക പരമേശ്വരിയുടെ സഹസ്രനാമങ്ങളിൽ ഈ നാമം ചേർത്തിട്ടുള്ളത് മറ്റൊരു ദേവതാ രൂപത്തിനും സാധ്യമാകാത്ത അഥവാ യോജിക്കാത്ത ഗുണങ്ങൾ, പ്രഭാവം ഒക്കെ അമ്മയിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ഗംഭീര എന്ന വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം ഗം എന്നതാണ്. ഗം ഗണപതിയുടെ ബീജാക്ഷരവുമാണ്. അതായത് ഓം ഗം ഗണപതയേ നമഃ. ഭീ എന്നാൽ ഭയം എന്ന് അർത്ഥം. രാ എന്നാൽ തൂത്തുകളയുക എന്നും അർത്ഥം വരും. അതുകൊണ്ട് ഗംഭീര എന്ന നാമത്തിന് ഗണപതി തുടങ്ങിയിട്ടുള്ള ദേവന്മാരുടെ ഭീതി ഇല്ലാതാക്കുന്നവൾ എന്നുകൂടി അർത്ഥമുണ്ട്. അമ്മയുടെ ഭക്തനുണ്ടാകുന്ന വിഘ്നങ്ങളെയും ഭയങ്ങളെയും എല്ലാം ഇല്ലാതാക്കുകയാണ് അമ്മ. ഗംഭീര എന്നതിന് വേറെയും ഒരു അർത്ഥമുണ്ട്. അളക്കുവാൻ കഴിയാത്ത ശക്തി ഉള്ളതുകൊണ്ട് ഗംഭീര എന്ന് പറയാം. മഹാഹ്രദ ഇതി പ്രോക്ത ശക്തിർ ഭഗവതീ ഭരാ. തെളിഞ്ഞ വെള്ളത്തിൽ മുങ്ങുമ്പോൾ അടിഭാഗം വളരെ അടുത്തായിട്ട് തോന്നും, എന്നാൽ താഴോട്ട് പോകുന്തോറും ആഴമുള്ളതായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അതുപോലെ അമ്മയുടെ ശക്തി എത്രയാണെന്ന് നമുക്ക് പറയാനാവില്ല. അതുകൊണ്ട് ലോകം മുഴുവനും വ്യാപിച്ച് അതിക്രമിച്ച് ദേശത്തിനും കാലത്തിനും അതീതമായിട്ടുള്ളതാണ് അമ്മയുടെ ദിവ്യമായിട്ടുള്ള ശക്തി. അതുകൊണ്ട് ഗംഭീര എന്ന ഈ നാമം ഒരു മഹാമന്ത്രമായിട്ട് ലളിതാ സഹസ്രനാമത്തിൽ വരുന്നു. നിരവധി ശക്തി ചൈതന്യങ്ങൾ ഉള്ള ഈ നാമത്തോടുകൂടി ഹ്രീം എന്ന ബീജാക്ഷരം ചേർത്താണ് ജപിക്കേണ്ടത്. ഓം ഹ്രീം ഗംഭീരായൈ നമഃ. ആദിപരാശക്തിയായിട്ടുള്ള കരുണാമയിയായിട്ടുള്ള ആ ജഗദംബികയെ മനസ്സിൽ ഇങ്ങനെയൊന്ന് ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രമൊന്ന് ജപിച്ചു നോക്കൂ. താമരയിലിരിക്കുന്നവളും പ്രസന്നമായിട്ടുള്ള മുഖമുള്ളവളും താമര ഇതൾ പോലെ അതിമനോഹരമായ നീണ്ട കണ്ണുകളുള്ളവളും സ്വർണത്തിൻ്റെ നിറമുള്ളവളും മഞ്ഞ വസ്ത്രം ധരിച്ചിട്ടുള്ളവളും സർവാഭരണഭൂഷിതയും എപ്പോഴും ഭക്തന്മാർക്ക് അഭയം നൽകുന്നവളും നമ്രശിരസ്കരായിട്ടുള്ള ഭക്തരുടെ സങ്കടങ്ങൾ കേൾക്കുന്നവളും ശ്രീവിദ്യാസ്വരൂപിണിയും ശ്രീ മഹാദേവൻ്റെ പത്നിയും
ശാന്തസ്വരൂപിണിയും സർവദേവന്മാരാലും നമസ്കരിക്കപ്പെടുന്നവളും സർവ ഐശ്വര്യങ്ങളും കൈയയച്ച് നൽകുന്നവളുമായിട്ടുള്ള അമ്മയെ ആണ് ഈ മന്ത്രത്തോടൊപ്പം ധ്യാനിക്കേണ്ടത്. ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായതാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസത് ഹേമപത്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതം അഭയദാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രീം. ഈ ധ്യാനം ഇപ്രകാരം ഒന്ന് ചൊല്ലി ധ്യാനിക്കുമ്പോഴേക്കും നമ്മുടെ ആ മനസ്സിൽ അമ്മയുടെ രൂപം സമ്പൂർണമായിട്ട് ഉണ്ടാവണം. അങ്ങനെ അമ്മയെ നമ്മിലേക്ക് തന്നെ, നമ്മുടെ മനസ്സിലേക്ക് തന്നെ ആവാഹിച്ച് ഉറപ്പിച്ച ശേഷം ആ ദിവ്യമായിട്ടുള്ള സ്നേഹമൂറുന്ന ആ പുഞ്ചിരിയോടുകൂടി ആ മുഖത്തിലേക്ക് ദൃഷ്ടികൾ പായിച്ചുകൊണ്ട്, അകക്കണ്ണ് പായിച്ചുകൊണ്ട് ഈ മന്ത്രം ഒരു തവണ നിങ്ങൾ ജപിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവം അതിമഹത്തായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അനിർവചനീയമായ ആ അനുഭൂതിയോടൊപ്പം സമസ്ത ആഗ്രഹങ്ങളും അമ്മ നമുക്ക് സാധ്യമാക്കി തരിക തന്നെ ചെയ്യും. ഉറച്ച വിശ്വാസത്തോടുകൂടി ഈ മന്ത്രം ഇഷ്ടമുള്ളിടത്തോളം ജപിക്കുക. ദിവസവും ഒരു തവണയെങ്കിലും അമ്മയെ ഇപ്രകാരം മനസ്സിലൊന്ന് ധ്യാനിച്ച് ജപിച്ചു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം ഉണ്ടാവും. ഓം ഗംഭീരായൈ നമഃ. ഓം ഹ്രീം ഗംഭീരായൈ നമഃ. ഇങ്ങനെ ഹ്രീം എന്ന മന്ത്രം ചേർത്തോ ചേർക്കാതെയോ ഇഷ്ടമുള്ള രീതിയിൽ ജപിക്കാവുന്നതാണ്. എല്ലാ ഭക്തരെയും അമ്മ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയ്ക്ക് മുന്നിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.